ഹലോ, ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ ഇന്ന് എൻ്റെ 2 ഫ്രണ്ട്സിനെ കുറേ നാൾക്ക് ശേഷം കാണാൻ പോവാണ്. ദാ ഈ കുണുങ്ങി കുണുങ്ങി വരുന്നതാണ് നമ്മുടെ ബ്രിസു. രണ്ടാമത്തെ ആള് വന്നതിന്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഇതാണ് നമ്മുടെ അമൃത. യക്ഷി എന്നാട്ടോ ഞാൻ വിളിക്കാറ്. എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത നടത്താണ് കേട്ടോ ഈ നടക്കുന്നത്. അങ്ങനെ നടക്കുന്നതിന്റെ ഇടയിലാണ് യക്ഷി പറഞ്ഞത് ഇവിടെ അടുത്തൊരു കടയിൽ കരിക്ക് ജ്യൂസ് കിട്ടുന്നത്. ഞങ്ങൾ രണ്ടുപേരാണെങ്കിൽ കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ പറഞ്ഞതനുസരിച്ചാണ് ദാ ഈ കടയിൽ കരിക്ക് ജ്യൂസ് കുടിക്കാൻ കയറിയത്. ബ്രിസുവിനോട് ചോദിച്ചപ്പോൾ അവൾ കരിക്ക് കഴിക്കില്ല അത്രേ. കഴിക്കോ എന്ന് നിർബന്ധിക്കുന്ന സീനാണ് കേട്ടോ കണ്ടത്. ഞാൻ കഴിച്ചപ്പോഴാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള നവ്യ ബേക്കറിലാണ് കയറിയത്. ഇവിടെയാണെങ്കിൽ ദാ താഴേക്ക് ഇരിക്കാൻ സ്പേസ് ഉള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. കുറച്ച് ഗ്യാപ്പ് എത്തി കണ്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു സംസാരിക്കാനായിട്ട്. പലരെയും കുറ്റം പറയാന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ജിമ്മിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 2 മീറ്റ് പൈയും ഒരു ചിക്കൻ പപ്സും ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. അവിടെ ഇരുന്ന് കുറെ നേരം വർത്താനം പറഞ്ഞ് അവിടുത്തെ ആൾക്കാരൊന്നും എണീറ്റ് പോകുമെന്ന് ചോദിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. റോട്ടിൽ നല്ല പൊടി അടിച്ചിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതിന്റെ ഇടയിൽ മഴയും പെയ്തു. അപ്പൊ തന്നെ ഞങ്ങൾ ദേശീയ കുപ്പിയിൽ വന്നിരിക്കാന്ന് വെച്ചു. ഇവിടെ നിന്നാണെങ്കിൽ 2 ലൈമും ബ്രിസും ഒരു ചോക്ലേറ്റ് ഷേക്കും കൂടെ ഓർഡർ ചെയ്തിട്ടാണ് ഇവിടെ ഇരുന്നത്. ഇവിടെയും ഇരുന്ന് വർത്താനായിരുന്നു. വീട്ടിൽ നിന്ന് വിളി വന്നപ്പോഴാണ് വീട്ടിലേക്ക് പോകണല്ലോ എന്ന് ആലോചിച്ച് തുടങ്ങിയത്. കുറെ നേരം ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടാവും ഇന്ന് ഇവരോട് യാത്ര പറയാൻ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ഇങ്ങനെ ചില നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഹാപ്പിനെസ്.